ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ മണ്ണാറശാല പോണം പോണം എന്ന് മൈൻഡിലുണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടും അത് പോകാൻ പറ്റിയില്ല. വീട്ടിൽ കയറി വന്നു. ഐ മീൻ സർപ്പം. അതെയോ? യെസ്. കുറെ ഓഡിഷൻ നിർത്തും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓക്കെ ആണെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, ഇപ്പോഴും ഞാൻ ആക്ച്വലി കുറെ ഓഡിഷൻസ് പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്നു, വിളിയൊന്നും അവസാനം അവർ പറയും സ്ഥിരം പല്ലവി പോലെ വിളിക്കാം. ഇറ്റ് ഹാപ്പൻസ്. ദൈവത്തിന്റെ അനുഗ്രഹം, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ പാട്ടിന്റെ കൂടെ അങ്ങ് പോയി ജീവിച്ചു. അത് അനുഗ്രഹിച്ചു. ഞാൻ സംസാരിക്കണം അച്ഛനോടും. കുറെ രീതിയിൽ നല്ല രീതിയിൽ പ്രണയം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വെമ്പുന്നൊരു മനസ്സുള്ള ഒരാളാണ് മുമ്പിലിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇത് പിടിച്ചിട്ട് എന്നെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാല് ഇത് വരും. അങ്ങനെ എത്ര അളവിൽ വരും എന്നുള്ളത് നോക്കാൻ പോവാം. ശരിക്കും എന്നാ ഫോഴ്സ, എന്ത് കള്ളമായിരുന്നു പറഞ്ഞിരുന്നേ. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടേക്കോ ഒരുമിച്ച് പ്രണയത്തിലായിരുന്നെങ്കിലോ എന്നൊക്കെ തോന്നിപ്പോകുന്നു അങ്ങനെ കാണുമ്പോ. പ്രണയം കിട്ടാതെ ഉള്ളിലുള്ള ആഗ്രഹം ഇങ്ങനെ പുറത്തു വരുന്നതാ വാക്കുകളിൽ. പ്രണയത്തെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരു കെയർ സ്പേസ്, അതാണ് ലവ്. ജസ്റ്റ് അതൊരു ശരിക്കും ഈ കെയറും സ്പേസും കിട്ടുന്നു എന്നുള്ളത് ശരിക്കും ഒരു ലവ് തന്നെയല്ല ആക്ച്വലി, അല്ലെ? ഈ പരിഗണനകൾ, ഇഷ്ടത്തോടെയുള്ള കരുതലുകൾ, റെസ്പെക്ട്. അല്ലെ? ഇത് അനങ്ങുമ്പോ വരുന്നുണ്ട്, കണ്ടോ? അതെ, അനങ്ങുന്നത് അവിടെയല്ല, മനസ്സാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മായമ്മയാണ് ഇപ്പത്തെ പ്രധാന വിശേഷവും. അങ്കിതയുടെ സന്തോഷവും മായമ്മയാണ്. ശരിയല്ലേ? ഒരുപക്ഷെ പോലീസ് ഡേ ആണ് ഫസ്റ്റ് മൂവി എന്നുണ്ടെങ്കിൽ പോലും ആളുകളിലേക്ക് എത്താൻ പോകുന്ന, ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നത് എന്നെ മായമ്മയിലൂടെയാണ്. അതിനേക്കാൾ ഒരു ഫസ്റ്റ് മൂവി തന്നെ അതിന്റെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഭാഗ്യമില്ലെന്ന് പറയരുത് കേട്ടോ. അയ്യോ, അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ബിക്കോസ് വെറും 2 ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഫിലിമിൽ എത്തി കാസ്റ്റായി ഓക്കെ ആവുന്നത്. ഓഡിഷൻ ഒന്നുമില്ല. ഐ വാസ് ഷോക്ക്ഡ്. കാരണം ഇവർ ആക്ച്വലി ഈ മൂവിക്ക് വേണ്ടി കുറെ ഓഡിഷൻസ് നടത്തി, കുറെ ആർട്ടിസ്റ്റിനെ ഇങ്ങനെ നോക്കിയിരുന്നു. അതും സീരിയലിലെ ഭാഗ്യം നോക്കണം. KPC ലീലാമണി അമ്മയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. എന്റെ ഫോട്ടോസ് അയച്ചു. അപ്പൊ ടീമിന് ഓക്കെ ആയി. ഒരു ദിവസം കഴിഞ്ഞ് തന്നെ എന്റെ വീട്ടിലേക്ക് ഒരു ജാഥയ്ക്കുള്ള ആൾക്കാർ വന്നു. അതായത് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ക്യാമറാമാൻ, ചീഫ് അസോസിയേറ്റ്, പിന്നെ ബിജു കലാവേദി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കൊണ്ടുണ്ട്. നമ്മുടെ ജയ ഹേയില് ദർശനയുടെ അച്ഛനായിട്ട് അഭിനയിച്ച അങ്കിള്. ഇവരെല്ലാരും കൂടെ വീട്ടിൽ വന്നു. അപ്പൊ എന്നെ കണ്ടു, കഥ പറഞ്ഞു. ഓക്കെ, പെണ്ണുകാണൽ ഫീലാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. മോള് തന്നെ മതി നമ്മുടെ പടത്തിൽ. അതെ, 5 പേരും കൂടെ വന്നു, സംസാരിച്ചു. അവര് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു കുട്ടി ഓക്കെയാണ്, കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെയൊന്നല്ല ഞാൻ കേട്ടിട്ടില്ല. കുറെ ഓഡിഷൻ നിർത്തും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഓക്കെ ആണെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, ഇപ്പോഴും ഞാൻ ആക്ച്വലി കുറെ ഓഡിഷൻസ് പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്നു, വിളിയൊന്നും അവസാനം അവര് പറയും സ്ഥിരം പല്ലവി പോലെ വിളിക്കാം. ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് വന്നത്. ഞാൻ പോലും അറിഞ്ഞില്ല. ഇത്രേ ഉള്ളൂ ശരിക്കും. പിന്നെ ആദ്യം ഓർത്ത് ഇനി വല്ല ഉടായ്പ സെറ്റപ്പാണോ അങ്ങനെയൊക്കെ വരെ ചിന്തിക്കാം. ടെൻഷൻസും വരും. പിന്നെ ഓക്കെ, ഐ ടുക്ക് സം ടൈം. എന്നിട്ട് പിന്നെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ ഐ വാസ് ലൈക്ക് യെസ്, ഐ എം ഓൾറെഡി കഥ പറഞ്ഞിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റിൽ എങ്ങനെ വരും എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ് ഇസ് ഇമ്പോർട്ടന്റ് ദാൻ നോയിങ് വാട്ട് ഇസ് ദ സ്റ്റോറി. അത് വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഈ വായിച്ചു കഴിയുമ്പോൾ സന്തോഷം വന്നതിന്റെ ഒപ്പം തന്നെ ഒരു തിരുത്തൽ നടത്തിക്കോട്ടെ. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അമ്മാതിരി രീതിയിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒരു ടെൻഷൻ വന്നിട്ടുണ്ട്. കാരണം ആ ക്യാരക്ടർ മായമ്മ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അതിലെ സോങ്ങിൽ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെ, ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും പെർഫോം ചെയ്യാൻ, അതായത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഫ്രെയിമിൽ ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നത് അങ്കിതയാണ്. ആ മായമ്മ എന്നുള്ള ക്യാരക്ടറിലാണ് അല്ലെ. ആ ഇതിന്റെ ആട്ടം സീൻ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെ, കളം പാട്ടിന്റെ സമയത്താണെങ്കിലും അത് 2 വേർഷനിൽ അത് പോകുന്നുണ്ട് അല്ലെ. ഇതിന്റെ ഡിഫറൻസ് ശരിക്കും പെർഫോമൻസിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ പാട്ട് ആണെങ്കിൽ 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്.
ഒന്ന് കളത്തില് ഒറിജിനൽ കളത്തിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. ആൻഡ് ടു ബി ഫ്രാങ്ക് ലൈക്ക് ഈ ഒരു ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ പുള്ളുവ കാസ്റ്റിലുള്ള കമ്മിറ്റി സംഘാടകർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇത് നമ്മുടെ ദൈവികമായ സംഭവമാണ്. അങ്ങനെല്ലാം അത് മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ സ്കെഡ്യൂൾ ഫുൾ വ്രതം എടുത്തു. അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തു. പിന്നെ നമ്മുടെ ഡയറക്ടർ രമേഷ് കുമാർ കോരമംഗലം സർ ഒരു നമ്പൂതിരിയാണ്, പോറ്റിയാണ്. നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. സാറ് തന്നെ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പോലെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ്. സാറ് തന്നെ എല്ലാം ഓക്കെ ആക്കി തന്നു. ഐ വാസ് സോ കംഫർട്ടബിൾ. സാറ് തന്നെ സോങ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സാറ് തന്നെ ശുദ്ധികലശം എന്നെ ചെയ്തിട്ടാണ് ഞാൻ കേറിയത്. ഡൗട്ട് വെച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോ സാധാരണ ഇത്തരം കളം ഇടുന്നതാണെങ്കിലും എന്താണെങ്കിലും ആർട്ട് ടീമാണ് ചെയ്യുക. ആ ടീം അല്ല. ഒരെണ്ണം, അതായത് ഒറിജിനൽ കാവില് നമ്മൾ ഷൂട്ട് ചെയ്തത്, ഇത് ഒറിജിനലി കളം വരയ്ക്കുന്ന മാറാ ടീമാണ് വരയ്ക്കുന്നത്. അവര് തന്നെ വന്ന് വരച്ചതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ വിശ്വാസപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു? കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കളങ്ങൾ ഇടുമ്പോ സ്വാഭാവികമായിട്ട് എവിടെയൊക്കെയോ അല്ലെ ചില സംശയങ്ങളും. സാറിന് അത് നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മളിത് സിനിമ ചെയ്യുവാണെങ്കിലും സാറ് നമ്പൂതിരി ആയതുകൊണ്ട് തന്നെ ആ വിശ്വാസവും ആ ഒരു സിൻസിയറിറ്റിയുള്ള സിൻസിയറിറ്റിയുടെ കൂടെ തന്നെയാണ് സാർ അത് ചെയ്തത്. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരിക്കലും നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യാലിറ്റി എല്ലാം ഇരിക്കട്ടെ. അപ്പം ആ ഒരു സോങ്, ടു ബി വെരി ഫ്രാങ്ക്, ആ ഒരു ആംബിയൻസും എനിക്ക് ആ സോങ് കിട്ടുമ്പോ തന്നെ ഒരു പക്ഷെ അത് കാണുന്ന സോങ് കാണുന്ന പ്രേക്ഷകർക്ക് എന്ന് മനസ്സിലാവും ഈ മൂവി സംസാരിക്കാൻ പോകുന്ന ഇത്രയും ഡെപ്ത് ഉള്ള അല്ലെ വിഷയമായിരിക്കും എന്നുള്ളത്. ഞാൻ കാരണം അത് ഒറ്റ ഷോട്ട് എടുക്കാൻ പറ്റൂ. അത്രയും മണിക്കൂർ കഷ്ടപ്പെട്ട് ഇവരിത് വരച്ചതാണ്. ഡ്രോൺ ഉണ്ട്, പിന്നെ സൈഡ് ക്യാമറാസ്. ഞാൻ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ആൻഡ് പാട്ടിന്റെ കൂടെ ആ ഫ്ലോയില് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എന്താവും എങ്ങനെയാവും. ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ പാട്ടിന്റെ കൂടെ അങ്ങ് പോയി ജീവിച്ചു. അത് അനുഗ്രഹിച്ചു. ഇത്തരം ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിലൊന്ന് ആയിപ്പോകും. നമുക്ക് അതിൽ നിന്ന് അങ്ങ് ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഇപ്പൊ അതില് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ ആ കണ്ണടച്ചിട്ടുള്ള കുറെ സീൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വേറെ എവിടെയൊക്കെ ആയിപ്പോ എന്ന് പറഞ്ഞ പോലെ ശരിക്കും മായമ്മ കേറി ദൈവം അനുഗ്രഹിച്ചു. ഇറങ്ങിയോന്ന് ചോദിച്ചാൽ അല്ല, ഇപ്പോഴും ഉള്ളിൽ മായമ്മ എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ഫുൾ അബോധാവസ്ഥയിൽ നിന്നു. എന്നെ പിന്നെ എല്ലാരും വിളിച്ചെണീപ്പിച്ചു. ഞാൻ ബ്ലാക്ക് ഔട്ടായി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഫുൾ കളം ഞാൻ വായിച്ചു. അത് എങ്ങനെ പോയി ഒന്നും എനിക്കിപ്പോഴും ഒരു ഐഡിയ ഒന്നും അറിഞ്ഞില്ല. ആൻഡ് ടു ബി വെരി ഫ്രാങ്ക്, അത് ചാണകം മറ്റേ എന്താ അതിന് പറയുന്നത്, ഫുൾ നീറ്റ് ആയിട്ട് അവര് ചെയ്യുമല്ലോ, അതൊക്കെ ചെയ്ത് എന്റെ വളയൊക്കെ പൊട്ടി. പക്ഷെ എന്റെ ദേഹത്ത് ഒരു പോറല് പോലും ഇല്ല. അത് ഫുൾ ചെയ്തിട്ട് വിശ്വാസി ഐ എം നോട്ട് എൻ ഏത്തിസ്റ്റ്. ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നും പറഞ്ഞ് എല്ലാ ദിവസവും പൂജാ റൂമിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കൂ എന്നുള്ളൊരു വിശ്വാസിയല്ല. അങ്ങനെയില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എവിടേക്ക് വിശ്വാസങ്ങളിൽ ഒരു മാറ്റം ഉണ്ട്. സിനിമ കഴിഞ്ഞ് തന്നെ ഓക്കെ, അതൊരു ചെറിയ ഇതാണ്. എനിക്ക് ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ മണ്ണാറശാല പോണം എന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നു. ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടും അത് പോകാൻ പറ്റിയില്ല. വീട്ടിൽ കയറി വന്നു. ഐ മീൻ സർപ്പം. യെസ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് തന്നെ ഞങ്ങള് പോയി. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങൾ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെ പോവാത്തതിന്റെ വഴിപാട് നേർന്നുകൊണ്ട് പോണം എന്ന് മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും അച്ഛനാണ് പറഞ്ഞത്, അച്ഛനാണ് കണ്ടത്. നമ്മുടെ വീടിന്റെ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നു. അതൊന്നുമില്ല, ഡോറ് തുറന്നു നൈസായിട്ട് അത് ഇറങ്ങിപ്പോയി. ജസ്റ്റ് ഒരു റിമൈൻഡർ പോലെ വന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഒന്നും നോക്കിയില്ല. 2 ദിവസം, അടുത്ത ദിവസം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് പോയി. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഇതിലൊന്നും അത്ര വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു. സത്യം. ബിക്കോസ് ഒന്നുമില്ല, അത് ചെറുതാണെങ്കിലും വന്നു, ഡോറിന്റെ അവിടെ ഉണ്ടായിരുന്നു, ഡോറ് തുറന്നു, നമ്മളൊന്ന് മൂവ്മെന്റ് ചെയ്തപ്പോഴത്തേക്ക് അത് നൈസായിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലൊരു നേർന്നത് അല്ലേ? സത്യം. പക്ഷെ അത് അത്രയും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്കറിയില്ല. അതാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത്. കാരണം
എനിക്കറിയില്ല ഇത് എന്താണ് എങ്ങനെയാണ്. യൂട്യൂബിൽ വീഡിയോസ് കണ്ടുള്ള ഒരു അറിവ് മാത്രമാണ് ഇത്. കാരണം മറ്റേ ആ പുള്ളുവക്കോടം വെച്ചിട്ടുള്ള പാട്ട് പാടണം, പിന്നെ ഈ നാഗക്കളത്തിന്റെ സംഭവം. പാട്ടാണെങ്കിൽ 2 രീതിയിൽ ഇത് സിംബോളിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നാഗദേവത കയറി വരുന്നു, ആ സോങ് കാണുമ്പോൾ മനസ്സിലാവും. ലൈക് ടുവേർഡ്സ് ദി എൻഡ് ആണ് അതിന്റെ ആ ഒരു എന്താ പറയാ വിദ്വേഷും ആ ഒരു അറഗൻസ് അല്ലല്ലോ, അതിന്റെ ആ ഒരു പവർ കയറുന്നത്. ഈ വിഷയം നമ്മൾ ഇന്നോ ഇന്നലെയോ സംസാരിച്ചു തുടങ്ങിയതല്ല. സിനിമ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ട് സംസാരിക്കുമ്പോൾ പണ്ടേ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരിക്കലും പക്ഷെ ഇപ്പോഴും നമുക്ക് സമകാലിക വിഷയം എന്ന് പറയാനും പറ്റും. കാരണം ഇന്നും ഇത് ചർച്ചാ വിഷയമാണ് അല്ലെ. അപ്പൊ ശരിക്കും ഇത്തരം മൂവി ചെയ്യുമ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ കൈ പൊള്ളുന്ന വിഷയം കൂടിയാണ് അല്ലെ. അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നോ ഇത് എടുക്കുമ്പോ? ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉണ്ട്. കാരണം ഈ സിനിമ സംസാരിക്കുന്നത് ഈ ഒരു കാസ്റ്റ് ഡിഫറൻസസ് ആണ്. ലൈക്ക് നമ്പൂതിരി, പുള്ളോത്തി, അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ശരിക്കും. സോ ഈ മായമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിൽ അത്രയും ഡെപ്ത് ഉണ്ട്. ബിക്കോസ് ആ ക്യാരക്ടർ ആ സ്ത്രീ അനുഭവിക്കുന്ന, അതായത് ചുറ്റുമുള്ള നമ്പൂതിരികളുടെ അടുത്തുനിന്ന് അനുഭവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് അത്. എങ്ങനെ വരും എന്ന് അറിഞ്ഞൂടാ. ബട്ട് യാ, നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരെയും എന്താ പറയാ ആരെയും ഒന്നും കുറ്റം ചെയ്യുന്നില്ല. അതാണ് ചിലപ്പം ഹേർട്ട് ആയേക്കാം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് അറിയില്ല, കാരണം ആൾക്കാർ ഇതെങ്ങനെ എടുക്കും എന്നാണ് അറിയില്ല. ഇത് ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അപ്പം അങ്ങനെ ഒരു വിഷയം ഇങ്ങനെ വന്നത് ഒബ്വിയസ്ലി സിനിമ രീതിയിൽ കുറെ ഡിഫറൻസസും ചേഞ്ചസും ഉണ്ട്. ഇല്ല, അത് കാണാൻ പറ്റില്ല. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കാണാൻ പറ്റില്ല. ശ്രമം നടത്തിയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, ഞാൻ ഡയറക്ടറോടും എല്ലാവരോടും ചോദിച്ചു. പറഞ്ഞു എല്ലാം കാണാൻ പറ്റില്ല, പുറത്ത് വരെ നിന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ എന്നോട് കാണാൻ പറ്റില്ല എന്നുള്ളത് ഉത്തരം കൂടിയാണ് സിനിമ അല്ലേ. ഓക്കെ, അത്രയും സീരിയസ് വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. നമ്മള് ഫൈനൽ സെഗ്മെന്റിനോ ടാസ്കിനോ ഒന്നും വിശേഷിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല പേഴ്സണലി. കാരണം തീർച്ചയായിട്ടും കുറെ ആയിട്ട് പ്രണയം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറെ രീതിയിൽ നല്ല രീതിയിൽ പ്രണയം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വെമ്പുന്ന ഒരു മനസ്സുള്ള ഒരാളാണ് മുമ്പിലിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പല രീതിയിൽ ഇല്ല, അങ്ങനെ ഇല്ല. പ്രണയം ഉണ്ടോ മനസ്സിൽ? ആ പ്രണയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കട്ടെ. യെസ്, അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരിക്കുന്നോണ്ട് തന്നെ ജസ്റ്റ് ഒരു ലവ് മീറ്റർ നോക്കിയാലോ എങ്ങനെ പോകുന്നു എന്നുള്ളത്. അയ്യേന്നോ ഞാനല്ലേ കളിക്കോ. റെഡി നോക്കട്ടെ. ഈ ഐറ്റം കണ്ടിട്ടുണ്ടാവല്ലോ. ഇത് ശരിക്കും ഒറിജിനലാ. ഇത് വർക്ക് ആവും. ഇനിയിപ്പോ ഇപ്പൊ അങ്കിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കള്ളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഉള്ളിന്റെ ഉള്ളിലുള്ള സംഭവം ഇതൊന്നും അല്ലാന്ന് അറിയാം. കുറെ കാര്യം ഇവിടെ ഇരിക്കുമ്പോ എങ്ങനെ പറയാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്കിത് ഇരിക്കുന്നുണ്ട്. സോ ആ കള്ളം ഇവിടെ നടക്കില്ല. കാരണം അങ്കിതയ്ക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ട് എന്നുള്ളത് ഇത് പിടിച്ചിട്ട് എന്നെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാല് ഇത് വരും. അങ്ങനെ എത്ര അളവിൽ വരും എന്നുള്ളത് നോക്കാൻ പോവാ. റെഡി? യെസ്. ഇതങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് മുമ്പില് ഒന്ന് മനസ്സിൽ വിചാരിച്ച് എന്നെയും അതിലേക്ക് നോക്കിയിട്ടിരുന്നാ മതി. ഓക്കെ, മേലെ എത്രത്തോളം കയറുന്നു അത്രത്തോളം ഉണ്ടായിരിക്കും. ശരിക്കും എന്നാ ഫോഴ്സാ, എന്ത് കള്ളായിരുന്നു പറഞ്ഞിരുന്നേ. ഈ ഒരു പ്രൊഡക്റ്റില് ഇത്രയും ഫോഴ്സിൽ വരുന്നത് ആദ്യമായിട്ടാ. വരുന്നു. ആ ശരിക്കും പറയാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാട്ടോ. അത് പോവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പോകുന്ന ഫോഴ്സിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ലിക്വിഡ് അതിന്റെ താഴെ ഒഴിക്കേണ്ടി വരും. എനിക്ക് പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടേക്കോ ഒരുമിച്ച് പ്രണയത്തിലായിരുന്നെങ്കിലോ എന്നൊക്കെ തോന്നിപ്പോകുന്നു അങ്ങനെ കാണുമ്പോ. ആരായിരുന്നു? കണ്ട ഇത്ര ഉള്ളൂ എന്ന് വരെ അങ്കിതയ്ക്ക് വരെ ചോദിക്കാൻ തോന്നി തുടങ്ങി. കുറെ കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഉള്ളിലുള്ളത് അതുപോലെ തന്നെ അതിലോട്ട് വരും. പ്രതിഫലനമാണ് ശരിക്കും ആക്ച്വലി മൈൻഡിലുള്ളത്. അതിലോട്ട് നമ്മൾ എത്രയൊക്കെ മാസ്ക് ചെയ്താലും എത്രയൊക്കെ പറയണ്ടെന്ന് വിചാരിച്ചാലും കണ്ട ഫോഴ്സ് നോക്കി തിരിച്ചതിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ വിശ്വാസം വന്നില്ലേ. ഭയങ്കരമായിട്ട് ദൈവവിശ്വാസി ആയിരുന്നില്ല, പക്ഷെ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ വിശ്വാസം വന്നു. ഇത് അതേപോലെ തന്നെയല്ലേ.
ഇത് അനങ്ങുമ്പോ വരുന്നുണ്ട് കണ്ടോ. അല്ല അതെ, അനങ്ങുന്നത് അവിടെയല്ല, മനസ്സാണ്, മിടിക്കുന്നതാണ്. ആ. മോനെ മോൻ നേരത്തെ എന്തായിരുന്നു പണി? എഴുത്തായിരുന്നു. എഴുത്തായിരുന്നോ? അറിയാനുണ്ട്. ഇത് ഇങ്ങനെ പ്രണയം കിട്ടാതെ കിട്ടാതെ ആ. ഉള്ളിലുള്ള ആഗ്രഹം ഇങ്ങനെ പുറത്തു വരുന്നതാ വാക്കുകളിൽ. പ്രണയത്തെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരു കെയർ സ്പേസ്, അതാണ് ലവ്. ജസ്റ്റ് അതൊരു ശരിക്കും ഫീലിംഗ്. ഈ കെയറും സ്പേസും കിട്ടുന്നു എന്നുള്ളത് ശരിക്കും ഒരു ലവ് തന്നെയല്ല ആക്ച്വലി, അല്ലെ? ഈ പരിഗണനകൾ, ഇഷ്ടത്തോടെയുള്ള കരുതലുകൾ, റെസ്പെക്ട്. യാ അല്ലെ, അതും അതിന്റെ ഭാഗമല്ലേ. നിന്നു ഇനി ഞാൻ നോക്കട്ടെ, ഇതെങ്ങനെ താഴോട്ട് പോവും? തിരിച്ചാ മതി. ഇല്ല, വിട്ടാ പോവും. ഓ ഇപ്പൊ ഇതൊന്നുമില്ല, ബോഡി ടെമ്പറേച്ചറിൽ നടക്കുന്നതാ. ശരിക്കും അങ്ങനെയാണ്. അതെ. അപ്പൊ എന്താ അടിയിൽ എന്തെങ്കിലും ഫോയിലോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഈ പാതിരാത്രി പോണ ക്രിഞ്ചിനേക്കാളും നല്ലതല്ലേ, പാനിപ്പൂരി കഴിക്കാൻ പോണേക്കാളും നല്ലായിരുന്നില്ലേ? എന്താണ് ഇതോ? ഇത് ഉള്ളിന്ന് വന്നൊരു സംഭവം അല്ലേ, സമ്മതിച്ചെന്തേക്ക്. ആ പ്രണയം പുറത്തു വന്നില്ലേ, എന്നോടൊന്നല്ല, പ്രണയം ഉണ്ട് ആരോടോ എന്നുള്ളത്. ഇത് റിവീൽ ചെയ്യുന്ന സമയത്ത് റിവീൽ ചെയ്താൽ മതി. അപ്പൊ ഉണ്ടല്ലേ. ഓക്കെ, അതെ, പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ. ഇതിൽ എന്തോ ട്രിക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ ട്രിക്കൊന്നുമില്ല, ഇത് ഇതാണ് മറ്റേ പ്രേമത്തിൽ പാട്ട് കേട്ടില്ലേ, നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറി ഹൃദയമിടിപ്പ് ഇല്ലേ, ആ മിടിപ്പ് ഇതിൽ കണക്ട് ആവുന്നതാ. ഇതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. വേണ്ട, പറയണ്ട, മതി, പറഞ്ഞത് മതി. സോ ഞാൻ കുറെ വിശേഷങ്ങൾ അവസാനം പ്രണയവും വെളിപ്പെടുത്തി, ആളെ മാത്രം പറഞ്ഞിട്ടില്ല. അത് പിന്നീട് ഉള്ളിലുള്ള പ്രണയത്തെ ഓൾറെഡി പറഞ്ഞു എന്നെ ഉദ്ദേശിച്ചുള്ളൂ. പ്രണയം ഉണ്ടാതിപ്പം എന്തിനോടും ആവാൻ. പിന്നെ എന്തിനാണ് ഈ പ്രണയം ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനായി മാട്രിമോണിയിൽ ഇട്ടിട്ട് പൈസ കളയുന്നത്? പുള്ളിയെ ഞാൻ സംസാരിക്കണം അച്ഛനമ്മോടും. സംസാരിച്ച് നോക്കിക്കോളൂ, വല്ല മാറ്റം ഉണ്ടോ നോക്കാം. പിന്നെ ഇതിലൂടെ മാറ്റം ഉണ്ടാവട്ടെ. അച്ഛമ്മ കണ്ടല്ലോ, കൊച്ചിന് നല്ലൊരു പ്രണയമുണ്ട്, ആളുണ്ട്, അപ്പൊ കൃത്യമായിട്ട് എന്നുള്ള രീതിയിലേക്ക് അല്ലെ. ഒന്നും തീരുമാനമായിട്ടില്ല. ഇല്ല, ഇതോടുകൂടി തീരുമാനമായിക്കോളും, ഡീലാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ മായമ്മ കലക്കനാവട്ടെ. കുറെ കാലം കഴിയുമ്പോഴും കുറെ സിനിമകൾ തെളിയിത്തുമ്പോഴും പ്രിയപ്പെട്ട കഥാപാത്രം എന്ന്, പ്രിയപ്പെട്ട സിനിമ എന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ആ കഥാപാത്രം സിനിമയുമായി മാറട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പൊ ജൂൺ 7th മായമ്മ റിലീസ് പോയി കാണണം. കണ്ടിരിക്കും, കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിരിക്കും എല്ലാവരും. താങ്ക് യു സോ മച്ച്.